ഏകപക്ഷീയമായി ഒപ്പം നിന്നു എന്ന് പറയുമ്പോൾ സത്യത്തിൽ അത് ചില കാര്യങ്ങൾ വളച്ചൊടിക്കേണ്ടതിന് തുല്യമാണ്. കാരണം നഗരസഭാ കൗൺസിൽ നടക്കുന്ന സമയത്ത് തന്നെ ഈ പറയുന്ന പോലെ സ്വന്തം പാർട്ടിയിലുള്ള കൗൺസിലേഴ്സ് ഇറങ്ങിപ്പോകുന്നുണ്ട്, ചില തീരുമാനങ്ങളിൽ ഇറങ്ങി പോവേണ്ട ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് വിഷയാടിസ്ഥാനമായിട്ടാണ് പിന്തുണ ലഭിച്ച കാര്യങ്ങൾ, അങ്ങനെ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ബിസിനസ് രംഗത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ കുറേ വർഷമായിട്ട് ബിസിനസ് ഫാമിലി ആയതുകൊണ്ട് ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്തു എന്ന് മാത്രം. ഈ കൈപ്പേറിയ അനുഭവങ്ങൾ പാർട്ടിക്കകത്തുനിന്നുണ്ടായതാണോ? ഒരു നഗരസഭാ ചെയർപേഴ്സണായിട്ട് ഞാൻ ലാസ്റ്റ് 5 വർഷമായിട്ടും അതിൽ 3 വർഷമാണ് ഒരു ചെയർമാനായിട്ട് ഇരുന്നത്. അതിൽ ഈ പറയുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് എവിടെ നിന്നെല്ലാമാണ് കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത്. അത് ഈ പറയുന്ന സ്വന്തം ആളുകളുടെ എന്ന് ഞാൻ അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ എല്ലാം ക്ലിയർ ആണ്. പരാതി അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഉന്നയിക്കുന്ന പരാതികളിൽ എല്ലാം തന്നെ അതിലൊരു വ്യക്തത വരുത്തി തരണം, അല്ലെങ്കിൽ ഇത് പൂർണ്ണമായും ഒഴിവാക്കി തരണം എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ ഞാൻ നേരിട്ട കാര്യങ്ങൾ സംഘടനയെ അറിയിച്ചിട്ടുണ്ട്. വൺ ഓഫ് ദി റീസൺ അത് തന്നെയാണ്. അല്ലാതെ എനിക്ക് വ്യക്തിപരമായിട്ടുള്ള കുറച്ച് ഇഷ്യൂസും കാരണം കൊണ്ടാണ് ചെയർമാൻ സ്ഥാനത്ത് നിന്നും രാജിവെക്കേണ്ടി വന്നത്. നിലനിർത്തി പോകാൻ കഴിയാത്തൊരു സ്ഥിതി ഉണ്ടായി ചെയർപേഴ്സൺ സ്ഥാനം? അല്ല, ഞാൻ പൂർണ്ണമായും അങ്ങനെ പറയുന്നില്ല. പക്ഷേ ഉണ്ടായിട്ടുണ്ട് അത്തരം പ്രശ്നങ്ങൾ. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഈ പറയുന്ന പോലെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത വീട്ടിലേക്ക് അല്ലല്ലോ പോവുക. അത്തരം കണ്ണ് നിറഞ്ഞ് കണ്ടു എന്നുള്ള പറയുന്നതിനോടൊന്നും യോജിക്കുന്നില്ല. ഇതിലൊരു പ്രധാന കാര്യമുള്ളത് അഴിമതിക്കാരിയാണെന്നുള്ളൊരു പ്രചാരണം സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്നു. അത് താങ്കൾ തന്നെ കണ്ടിട്ടുണ്ടാവും, കമന്റുകളൊക്കെ ആയിട്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. അത് അതിനെന്തായിരുന്നു റിയാജന എങ്ങനെയായിരുന്നു പ്രവർത്തിച്ചതെന്ന് സ്വാഭാവികമായും വിശദീകരിക്കേണ്ട ഒരു സാഹചര്യം? തീർച്ചയായും കറപ്റ്റഡ് ആണ് എന്നുള്ള നിലയ്ക്ക് ഞാൻ എഴുതിയ പോലെ അല്ലാതെ മീഡിയയിൽ പ്രചരിച്ചിട്ടുള്ള മറ്റു പോസ്റ്റുകളിലും അത്തരം കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ എനിക്ക് സത്യസന്ധമായി പറയാൻ കഴിയും, 1 രൂപയുടെ അഴിമതി പോലും ഞാൻ നഗരസഭയിൽ ചെയർമാനായിട്ട് ഇരിക്കുന്ന സമയത്തോ അത് തുടർന്നിട്ടുള്ള 2 വർഷം കൗൺസിലറായിട്ട് ഇരുന്ന സമയത്തോ ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ മറ്റ് പ്രചരണങ്ങൾക്കൊന്നും ഞാൻ ചെവി കൊടുക്കുന്നില്ല. കാരണം വാർത്തകൾ എങ്ങനെയും വളച്ചൊടിക്കാമല്ലോ. ഈ പ്രമീള ശശിധരൻ പറഞ്ഞിരുന്നു അവരെ ഒരു വിഭാഗം ഒറ്റപ്പെടുത്തി ക്രൂശിച്ചു എന്നൊക്കെ. അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ഏതെങ്കിലും വിഭാഗത്തിൽ നിന്ന് ഇങ്ങനെ ഒറ്റപ്പെടുത്തൽ ഉണ്ടായിട്ടുണ്ടോ? സത്യസന്ധമായി പറയുകയാണെങ്കിൽ പാർട്ടിക്കൊപ്പമാണ് ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളത്. അതിൽ ഈ പറയുന്ന പോലെ എന്താ പറയുക, നമുക്ക് നല്ലതും ചീത്തതുമായിട്ടുള്ള അനുഭവങ്ങൾ എല്ലാം തന്നെ നമ്മളോടൊപ്പം ഉണ്ട്. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു ഓട്ടമത്സരവും നല്ലല്ലോ എവിടെയും പോയി ജയിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് സ്വരം നന്നാകുമ്പോൾ പാട്ട് നിർത്തുക. ഈ പറയുന്ന പോലെ സംഘടനയുടെ ഭാഗത്തു നിന്നെല്ലാം നല്ല രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ചില വിഷയങ്ങളിൽ ഈ പറയുന്ന പോലെ ഒരു ക്ലാരിറ്റി വരുത്താത്ത ഒരു കുറവും വന്നിട്ടുണ്ട്. ഈ വിശദീകരിക്കാൻ, അതായത് ചെയർപേഴ്സൺ സ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോയതിനു ശേഷം ഇതുവരെ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. സ്വന്തം ഭാഗം വിശദീകരിക്കാൻ ഒരു അവസരം ഉണ്ടായില്ല എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, വിശദീകരിക്കാൻ അവസരം ഉണ്ടായില്ല എന്ന് പറയുന്നില്ല. കാരണം ഞാൻ അന്ന് ഒരു ഇട്ട പോസ്റ്റിലും ആ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതിലിനി കൂടുതൽ ഒരു ചർച്ച വേണ്ട എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് പിന്നീട് ഒരു ചർച്ചയ്ക്കൊന്നും നിൽക്കാത്തത്. എന്തുകൊണ്ടാണ് ഈ പാർട്ടി ഒരു ഘട്ടത്തിലും പ്രിയാജൻ പ്രതിസന്ധിയിലാക്കിയിട്ടില്ല? ആ പ്രിയാജൻ ആ പാർട്ടിക്ക് നൽകിയ പരിഗണന തിരിച്ചുണ്ടായിരുന്നു? അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം പാർട്ടി ഇപ്പം ഞാൻ 2015 ഞാൻ രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്നത്. അതിനുശേഷം തന്നെ പാർട്ടിയുടെ മഹിളാ മോർച്ചയുടെ മണ്ഡലം അധ്യക്ഷയായിട്ടുണ്ട്, മണ്ഡലം സെക്രട്ടറി ആയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ചെയർമാനായി, സംസ്ഥാന സമിതി അംഗമായിരുന്നു, ചെയർമാനായി, പിന്നെ കൗൺസിലറായി. അപ്പോൾ ഈ 10 വർഷം കൊണ്ട് തന്നെ എനിക്ക് പാർട്ടി നൽകാനുള്ള എല്ലാ ഇതും എനിക്ക് അവസരങ്ങളും നൽകിയിട്ടുണ്ട് പാർട്ടി. അത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ പറയുന്ന പോലെ മറ്റ് സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുക്കുന്ന സമയത്ത് നമ്മളത് സ്വമേധയാ മനസ്സിലാക്കി മാറി നിൽക്കുക, അത്രയേ ഉള്ളൂ. ഈ ചെയർപേഴ്സൺ സ്ഥാനത്ത് നിന്ന് 3 വർഷം കഴിഞ്ഞിട്ടാണല്ലോ മാറുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു അനുഭവങ്ങളൊക്കെ ആ സമയത്ത് ഉണ്ടായതിൽ എന്തെങ്കിലും ഒരു നിഗൂഢ ലക്ഷ്യോ അല്ലെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഇല്ല, അങ്ങനെ തോന്നുന്നില്ല. ഇല്ല, പൂർണ്ണമായ പിന്തുണ കൗൺസിലർമാരിൽ നിന്നെല്ലാം ലഭിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പല ആളുകൾ പേരെടുത്ത് പറയുന്നില്ല പ്രതികരിച്ചത്. കൂടെ ഉണ്ടായിരുന്ന എല്ലാ കൗൺസിലർമാരും പിന്തുണച്ചിരുന്നു, ഏകപക്ഷീയമായി ഒപ്പം നിന്നിരുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഏകപക്ഷീയമായി ഒപ്പം നിന്നു എന്ന് പറയുമ്പോൾ സത്യത്തിൽ അത് ചില കാര്യങ്ങൾ വളച്ചൊടിക്കേണ്ടതിന് തുല്യമാണ്. കാരണം നഗരസഭാ കൗൺസിൽ നടക്കുന്ന സമയത്ത് തന്നെ ഈ പറയുന്ന പോലെ സ്വന്തം പാർട്ടിയിലുള്ള കൗൺസിലേഴ്സ് ഇറങ്ങിപ്പോകുന്നുണ്ട്, ചില തീരുമാനങ്ങളിൽ ഇറങ്ങി പോവേണ്ട ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് വിഷയാടിസ്ഥാനമായിട്ടാണ് പിന്തുണ ലഭിച്ച കാര്യങ്ങൾ, അങ്ങനെ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ.
മാത്രം ഒരു വിഭാഗം കൂടെ നിൽക്കാത്തതിൻ്റെ ഒരു ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഇതിൽ നിന്നെല്ലാം നിങ്ങൾ വ്യക്തമാക്കിക്കോളൂ. നിലവിലിപ്പം ഇന്നലെ വി കെ ശ്രീകണ്ഠൻ താങ്കളുമായിട്ട് ആശയവിനിമയം നടത്തിയെന്നും പറഞ്ഞു, കോൺഗ്രസിലേക്ക് സ്വാഗതമൊക്കെ ചെയ്തിരുന്നു. ഇല്ല, അത്തരം കാര്യം തന്നെ തെറ്റാണ്. ബഹുമാനപ്പെട്ട MP എങ്ങനെയാണത് അത്തരത്തിലൊരു പ്രസ്താവന ഇറക്കിയതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ നാളിതുവരെയും മറ്റ് പാർട്ടിക്കാരും തന്നെ അത്തരം കാര്യങ്ങളുമായി ചർച്ചയ്ക്ക് വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ അതിലൊരു ക്ലാരിറ്റി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്വന്തം വീട്ടിൽ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് മറ്റൊരു വീട്ടിലേക്ക് കയറി പോവേണ്ടതല്ലല്ലോ. ഞാൻ നേരിട്ട പ്രശ്നങ്ങൾ ഞാൻ നേരിട്ടിട്ടുണ്ട്, അതിൽ ഈ പറയുന്ന പോലെ. അല്ലാതെ അത് ഒരു പാർട്ടി, കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള, ഞാൻ എടുത്തിട്ടുള്ള എൻ്റെ ആദർശം അതെല്ലാം തന്നെ ഒരു വിൽപ്പന ചരക്കായിട്ട് അല്ലെങ്കിൽ അത് അങ്ങനെ വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കാനുള്ള തീരുമാനം ശരിക്കും ആലോചിച്ചെടുത്താണ്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇല്ല, പൂർണ്ണമായും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറേ ലെസൺസ് ഐ ഹാവ് ലേൺ. സോ തൽക്കാലം അതുകൊണ്ട് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനത്തിലാണ്. ഈ പല നേതാക്കളുമായും ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വരുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ വന്ന് കാണുകയോ പ്രചരണത്തിൽ ഇറങ്ങണോ അങ്ങനെയൊക്കെ ബന്ധപ്പെടുകയോ ചെയ്തിരുന്നു? പാർട്ടിയിൽ ഇപ്പോൾ ഇലക്ഷൻ നടക്കുന്നത് കൊണ്ട് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഒത്തിരി പേര് വരുന്നുണ്ട്, പ്രവർത്തനത്തിന് ഇറങ്ങണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ നിലപാട് എടുത്തത് കൊണ്ട് ഞാൻ അത് തന്നെയാണ് അവരോട് വീണ്ടും ആവർത്തിക്കുന്നത്. പാർട്ടിക്കകത്ത് ഒരു കലഹം നിലനിൽക്കുന്നുണ്ട്. ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലെല്ലാം അത് കണ്ടതാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ BJPക്ക് അത് വലിയ രീതിയിൽ ഒരു തിരിച്ചടി ഉണ്ടാക്കുമെന്ന് തോന്നുന്നതിൽ ഒരു ആശങ്കയുണ്ടോ? ഞാൻ പറയട്ടെ, ഈ സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയുന്നത് സംഘടനയ്ക്കകത്ത് തന്നെ വ്യക്തമായ ഒരു സിസ്റ്റം പ്രവർത്തിക്കുന്നുണ്ട്. അതിലൂടെ തന്നെയാണ് എല്ലാ കാലത്തും സ്ഥാനാർത്ഥികളെല്ലാം തന്നെ നിർണ്ണയിക്കപ്പെടുന്നത്. അപ്പോൾ ഇപ്പോൾ ബൂത്ത് തലം മുതൽ മണ്ഡലം, ജില്ല, കോർ കമ്മിറ്റി, സംസ്ഥാനം, ഇതെല്ലാം അപ്രൂവൽ കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൽ ഏകപക്ഷീയമായ ഒരു തീരുമാനം എടുത്തു എന്ന് എനിക്ക് പൂർണ്ണമായും പറയാൻ സാധിക്കില്ല. പിന്നെ മറ്റൊരു വിഷയം, ഞാനിപ്പോൾ ലൈവായിട്ട് ഞാൻ അത്രയും രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടാത്തത് കൊണ്ട് ഞാൻ അതിൽ കൂടുതൽ പറഞ്ഞത് ഒരു ഏകപക്ഷീയമായിട്ടുള്ള പട്ടിക, ചില ആളുകൾ സംഘടന പിടിമുറുക്കാൻ വേണ്ടി തയ്യാറാക്കിയ ഒരു പട്ടിക, അതിൽ പ്രകാരമാണ് BJP നഗരസഭയിൽ മത്സരിക്കുന്നത്. അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, എന്നെ സംബന്ധിച്ച് ഞാൻ രാഷ്ട്രീയത്തിലെ അല്ലെങ്കിൽ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന സമയത്ത് ഈ ഒരു സിസ്റ്റം സംവിധാനത്തിലൂടെ തന്നെയാണ് പോയിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ റീസെന്റ് ആയിട്ട് വല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല, കാരണം ഞാൻ ലൈവായിട്ട് ഇപ്പോൾ പോളിറ്റിക്സിൽ ഇല്ലാത്തതുകൊണ്ട്.